മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടക്കുന്നത് മെഡിക്കൽ എൻട്രൻസുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. നമുക്കറിയാം, നീറ്റ് അതുപോലെ തന്നെ JEE എന്നീ എക്സാമിനേഷനുകൾക്ക് വേണ്ടി വലിയ മത്സരങ്ങളാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ മാഫിയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നു വരുന്നതായും അറിയുന്നുണ്ട്. ഇന്ത്യയിലെ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെ ഒരു ഹബ്ബ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡൽഹി ഇതിന് പ്രധാനപ്പെട്ട ഒരു സെൻ്ററാണ്. ഹൈദരാബാദ്, ഇതൊക്കെ ഈ എൻട്രൻസ് കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളാണ്. കേരളത്തിലും കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ, പാല മുതലായ സ്ഥലങ്ങളും ഈ കോച്ചിങ് സെൻ്ററുകളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ സ്ഥലങ്ങളാണ്. പലപ്പോഴും കുട്ടികളെ രക്ഷാകർത്താക്കൾ അവധിയെടുത്ത്, ഉദ്യോഗസ്ഥരാണെങ്കിൽ അവധിയെടുത്ത് ഈ കോച്ചിങ് സെൻ്ററുകളുടെ ഒരു ചുറ്റളവിൽ വീട് വാടകയ്ക്കെടുത്ത് ഈ കുട്ടികളെ കോച്ചിങ്ങിന് വിടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികളുടെ മാനസികമായ സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാര്യം ഒരൊറ്റ പരീക്ഷയെ മാത്രം ഫോക്കസ് ചെയ്താണ് ഇവർ പഠിക്കുന്നത്. അവർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ മാനസിക വിഷമമാണ്. കാര്യം പേരൻസ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള പല സ്ട്രെസ്സുകൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത സമയത്തും ഒരു കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സമഗ്രമായ മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു 9 അംഗ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഴിമതി തടയുന്നതിനും കുട്ടികളുടെ സ്ട്രെസ്സ് തടയുന്നതിനും ഒക്കെ ലക്ഷ്യമിട്ട് ആണ് ഈ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. ഈ കമ്മീഷൻ്റെ പഠനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അവർ കമ്മീഷൻ റിപ്പോർട്ട് അധികം താമസിക്കാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൈമാറും. അപ്പോൾ അതിൽ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾക്ക് നിയന്ത്രണങ്ങൾ വരാൻ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാര്യം ഇപ്പോഴ് അക്കാഡമിക് തലത്തിലുള്ള മികവ് ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല. എല്ലാം ഈ എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് മാത്രമുള്ള കാര്യങ്ങളെ ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് അക്കാഡമിക് എഡ്യൂക്കേഷനോട് യാതൊരു താല്പര്യമില്ല. ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് പിന്നീട്. എന്നാൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ 50% മാർക്ക് അക്കാഡമിക് എക്സലൻസിന് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ സ്ട്രെസ്സും കുറയും. കാര്യം ഒരു എക്സാമിനേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട, അക്കാഡമിക് എക്സലൻസിൽ നോക്കാം. മാത്രമല്ല അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള അവരുടെ അവരുടെ ക്വാളിറ്റി വർദ്ധിച്ചു വരികയും ചെയ്യും. അതൊരു നല്ല പ്രപ്പോസലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ആ പ്രീ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് MBBS-നും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ കിട്ടുന്നത്. ഏതെങ്കിലും കാരണവശാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ BSc ബോട്ടണിയോ അല്ലെങ്കിൽ സുവോളജിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ MBBS-ന് വീണ്ടും പോകാനുള്ളൊരു അവസരമുണ്ട്. എന്നാൽ ഇപ്പോഴങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ല നിലനിൽക്കുന്നത്. ഈ എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പോൾ ഇത് മാറണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ രംഗത്ത് വലിയ മാഫിയ പ്രവർത്തനങ്ങളും വലിയ സ്കാമും ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം, നേരത്തെ ഇതിന് സമാനമായൊരു സംഭവമാണ് സൈനിക റിക്രൂട്ട്മെൻറ്റ് റാലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ സൈനിക കോച്ചിങ് എന്ന് പറയുന്നത് കുറേ കേന്ദ്രങ്ങൾ ആയിരക്കണക്കിന് ആളുകളെയാണ് പരിശീലനം നടത്തി വലിയ തുക കൈപ്പറ്റി ഇതിനു വേണ്ടി തയ്യാറെടുപ്പിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല സമർത്ഥമായ നീക്കത്തിലൂടെ ഇതിന് കൂച്ചുവിലങ്ങ് വീഴുകയാണ് ഉണ്ടായത്. ഇപ്പോഴത്തരം സെൻറ്ററുകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഇവിടെ ഈ കാര്യത്തിൽ നീറ്റിൻ്റെ കാര്യത്തിലും JEEയുടെ കാര്യത്തിലും ഈ അക്കാഡമിക് എക്സലൻസിന് അക്കാഡമിക് തലത്തിലുള്ള മാർക്കിന് 50% വെയിറ്റേജ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം അവിടെ അവശേഷിക്കും.
അതായത് നമ്മുടെ ഇന്ത്യയിൽ 2-3 തരത്തിലുള്ള സിസ്റ്റം ഉണ്ട് എക്സാമിനേഷൻ. ഒന്ന് സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, ഒന്ന് CBSE ഉണ്ട്, അതുപോലെ ICS ഉണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എല്ലാ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കുറച്ച് ലിബറലാണ്, മാർക്ക് കൂടുതൽ കിട്ടും. CBSE അത്രയും ലിബറലല്ല, ഒരു വ്യത്യസ്തമായ പാറ്റേൺ. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പാരിറ്റി, ഒരു ഏകദേശം ഒരു തുല്യത വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്റ്റെപ്പ് കൂടി എടുക്കണം. വന്നു കഴിഞ്ഞാൽ 50% മാർക്ക് അക്കാഡമിക് മികവിനും 50% മാർക്ക് എൻട്രൻസിനും കൊടുക്കുന്ന ഒരു രീതി വന്നാൽ ഈ കാര്യത്തിൽ ഒരു കാര്യമായ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം.